ഒരു സാമൂഹ്യ സംഘടന അത് നിലനിൽക്കേണ്ടത് രണ്ട് മൂലധനങ്ങളുടെ നടുവിലായിരിക്കണം. ഒന്ന് സാമ്പത്തിക മൂലധനം, മറ്റൊന്ന് സാമൂഹ്യ മൂലധനം. ഇത് പരസ്പര പൂരകമാണ്. ഒരു സംഘടനയുടെ ആ കെട്ടുറപ്പിനും അതിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ ഒരു പ്രസക്തി, അനിവാര്യത ഒക്കെ ഉണ്ടാക്കി തീർക്കുന്നതിനും ഈ പാരസ്പരികത ഒരു പ്രധാന ഘടകമാണ്. സാമ്പത്തിക മൂലധനം സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിലാകണം. അങ്ങനെ സാമൂഹ്യ നന്മയ്ക്ക് ഉപയോഗിക്കപ്പെടുന്നതിലൂടെ കൂടുതൽ സാമ്പത്തിക മൂലധനം ആ നന്മയെ തിരിച്ചറിഞ്ഞ് അതിലേക്ക് നൽകുന്നവരുടെ ഹൃദയ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞതായിരിക്കണം. ഇതിനൊക്കെ നേതൃത്വം നൽകാൻ ഇതിൻ്റെ മുകളിൽ ഒരു തലക്കെട്ടും ആവശ്യമാണ്. ഒരുപാട് പ്രവാസി സംഘടനകളുണ്ട്, നിരവധിയായ കൂട്ടായ്മകളുണ്ട്, ചെറുതും വലുതുമായ ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ, നന്മകൾ ഒക്കെ നടത്താറുമുണ്ട്. എന്നാൽ പലതിലും ചിലതിലുമൊക്കെ ഇതൊക്കെ ഒരു പ്രത്യേക ആളുകളെ ചുറ്റിപ്പറ്റി കൂടുന്ന കോക്കസുകൾ പോലെയായി, അല്ലെങ്കിൽ ഉത്ഭവിച്ച് വളരെ പെട്ടെന്ന് അസ്തമിച്ചു പോകുന്ന മറ്റു ചിലതൊക്കെയായി. ഇനി അതുമല്ലെങ്കിൽ കാലാകാലങ്ങളോളം തല മാറ്റി സംഘാടനം നടത്തി വരുമ്പോൾ നടുമാറാതെ വരും, നടുമാറ്റി വരുമ്പോൾ ചുവട് മാറാതെ വരും. അങ്ങനെ ഇതെല്ലാം കൂടി മാറി വരുന്നൊരു കാലം ഉണ്ടാകാത്തവണ്ണം കുഴങ്ങി തുഴഞ്ഞു പോകുന്നവരുണ്ട്. അവരുടെ ഇടയിൽ വേറിട്ടൊരു വൈബോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് KMCC എന്ന കൂട്ടായ്മ. പലപ്പോഴും ഞാൻ ഇവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതെല്ലാം ഇവരുടെ ഇടപെടലുകൾ കണ്ടും അറിഞ്ഞും അനുഭവിച്ചുമാണ്. ആ കോവിഡ് സമയത്തൊക്കെ പലരും നമ്മളെ നിലവിളിക്കുമ്പോൾ ആരെയാണ് വിളിച്ചു പറയേണ്ടത് എന്ന് ചോദിച്ചാൽ ആദ്യ വിളി പോവുക KMCCയിലേക്കായിരിക്കും. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സാമൂഹ്യ മൂലധനവും സാമ്പത്തിക മൂലധനവും സമന്വയിപ്പിക്കുന്നത് അതിൻ്റെ ഒരു ആത്മീയതയുടെ ചില ഘടകങ്ങൾ കൂടി ചേർത്ത് വെച്ച ചില ഭൗതിക ലോകത്തിൻ്റെ ഇടപെടലുകളാണ്. അത് വളരെ ശ്രദ്ധേയമായി അവർ നിർവഹിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് നടത്തുന്ന ഏത് സേവന പ്രവർത്തനങ്ങളിലും ഏത് സാമൂഹ്യ ആവശ്യങ്ങളിലും അവർ ഒരു കൈക്കുടനയോളം ചോദിക്കുമ്പോൾ ഒരു കടലോളം നൽകാൻ മനസ്സുമായി അവർ അങ്ങ് അക്കരെയുണ്ട്. ആ സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ പ്രാധാന്യം, പ്രസക്തി തിരിച്ചറിഞ്ഞ് ഇപ്പുറത്ത് അത്രമേൽ ഇഷ്ടത്തോടെ ചേർത്ത് പിടിക്കാനും എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഏറ്റുമുട്ടലുകളോ വൈരുദ്ധ്യങ്ങളോ ഉണ്ടാകുന്നെങ്കിൽ അവിടെ ഇടപെടാനും വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന തങ്ങളുമുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുമുണ്ട്, അവരുടെ സംഘവുമുണ്ട്. അങ്ങനെയൊക്കെ അത് വളരെ ഭംഗിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ബൈത്തുർ റഹ്മയിലും വയനാട് ദുരന്ത നിവാരണത്തിലും പിന്നെ പല ഫണ്ട് ശേഖരണത്തിലും ഇപ്പോൾ ദേശീയ ആസ്ഥാന മന്ദിരത്തിൻ്റെ ശേഖരണത്തിലുമൊക്കെ KMCC ആണ് അതിൻ്റെ ഒരു വലിയ പങ്ക് നിർവഹിച്ചു പോരുന്നത്. ഇത്രമേലൊക്കെ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരു രാജ്യസഭാംഗവും എൻ്റെ പ്രിയ ജ്യേഷ്ഠ സുഹൃത്തു കൂടിയായ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ്റെ ഒരു കുറിപ്പ് കണ്ടപ്പോഴാണ്. റിയാദിൽ റിജോ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എന്തോ സ്ട്രോക്കോ മറ്റെന്തോ സംഭവിച്ച് വളരെ സ്ഥിതിയിലാവുകയും നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സൗകര്യങ്ങൾ തേടി KMCCക്കാർ എടുത്ത ജോലിയെക്കുറിച്ചുമാണ്. വല്ലാതെ കഷ്ടപ്പെട്ട് അതിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി, ചികിത്സ ലഭ്യമാക്കി, ഒടുവിൽ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനെ സമീപിച്ച് എയർ ഇന്ത്യയുടെ CEOയ്ക്ക് പ്രത്യേകമായി കത്തെഴുതി നമ്മുടെ എയർ ബസ്സിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സവിശേഷമായ സ്ട്രക്ചർ ഇവിടെ നിന്ന് അവിടേക്ക് കൊണ്ടുപോയി ആ സഹോദരനെ നാട്ടിലേക്ക് മടക്കി അയക്കുന്നു. ഇവിടെ മനുഷ്യരാകെയും പിന്നെ ചില ദുഷ്ടജന്തുക്കളും പല സ്ഥലങ്ങളിലും ഇരുന്ന് വർഗീയതയും വിദ്വേഷവും വിഭാഗീയതയും ഒക്കെ വാരി വിതറുന്ന ലോകത്ത് മനുഷ്യനെ പേരുകൊണ്ടും മതം കൊണ്ടുമല്ല, മനുഷ്യത്വം കൊണ്ടും മാനവികത കൊണ്ടും അതിനുമേലെ പറന്നുയർന്ന് ചേർത്ത് പിടിക്കാനാണ് മതങ്ങളും മറ്റുള്ളവയും പറഞ്ഞതെന്ന അതിൻ്റെ മനോഹരമായ പാഠം ഉൾക്കൊള്ളുന്ന ആ കൂട്ടായ്മയുടെ സംഘത്തിന് ഒരുപാട് നന്ദി, ഹൃദയാഭിവാദ്യങ്ങൾ. ഒപ്പം മറ്റൊരാൾക്ക് കൂടി നന്ദി പറയേണ്ടതുണ്ട്. ഒമാനിലെ സലാലയിൽ KMCCയുടെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹുസൈൻ കാച്ചിലോടി മാഷും അതിൻ്റെ ഭാരവാഹിയാവുകയുണ്ടായി. അതിൻ്റെ വാർത്ത കാണുകയുണ്ടായി. അദ്ദേഹത്തെ നേരിട്ട് വിളിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും അദ്ദേഹത്തിനും സുഹൃത്തുക്കൾക്കും കൂടി ഈ ആശംസകൾ പങ്കുവെക്കുന്നു.